ഷൈൻ ടോം ചോക്കയുടെ കുടുംബത്തിൻ്റെ വാർത്തകൾ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേക്കും ഷൈൻ ടോം ചോക്കയുടെ കൈകൾക്ക് പരിക്കുണ്ട് എന്നും അതുപോലെ തന്നെ ഒടിവുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടതുവശത്തെ കൈയിലാണ് ഇപ്പോൾ ഒടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള എല്ലാ മെഡിക്കൽ സഹായവും എത്തിച്ചിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാവിന് ഇടുപ്പെല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നതെന്നും അതുകൊണ്ട് നടക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നു. ചിലപ്പോൾ അത് നേരെ ശരിയാകുമെന്നും അല്ലെങ്കിൽ സർജറിയിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്നും ഇപ്പോൾ തീർച്ചയായും പറയുന്നുണ്ട്. വയസ്സിൻ്റെ ഒരു കടമ്പയാണ് അവിടെയുള്ളത്. പ്രായമേറെ ആയതുകൊണ്ട് തന്നെ ഇടുപ്പെല്ല് ഊറിപ്പിടിക്കാൻ വളരെ വൈകുമെന്നതും വളരെ സഹായകരമായിട്ടുള്ള കാര്യമല്ലാത്തത് കൊണ്ടും തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സർജറി വേണമോ എന്ന് ചോദിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ആ അവസ്ഥ കടന്നു പോകുന്നത് വളരെ ദുഷ്കരമായ ഒന്ന് തന്നെയാണ്. പുറം വേദനയേക്കാൾ അല്ലെങ്കിൽ അപകടം പറ്റിയ വേദനയേക്കാൾ എല്ലാവരെയും ഇപ്പോൾ നെഞ്ചു നീറുന്ന വേദനയിലെത്തിക്കുന്നത് അവരുടെ ദുഃഖവാർത്ത, അതായത് വീട്ടിലെ വാർത്ത തന്നെയാണ്. പിതാവിൻ്റെ ദുഃഖം എപ്പോഴും താങ്ങാനാവാതെയാണ് ഷൈൻ നിൽക്കുന്നത്. പുറത്തെ വേദനയൊക്കെ തന്നെയും ഷൈൻ പുറമെ കാണിക്കുന്നു പോലുമില്ല. മുഖത്തൊന്ന് കരച്ചിൽ പോലോ അല്ലെങ്കിൽ വേദനയോ ഇല്ല. കൈ പിടിച്ചിടുമ്പോൾ പോലും മുറിവിൽ മരുന്ന് വയ്ക്കുമ്പോൾ പോലും വേദനയുണ്ടെന്ന് പറയുന്നില്ല. വേദനയൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഷൈൻ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദനയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അത് മാറ്റാൻ പറ്റുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞേ മതിയാകൂ. അത്രമാത്രം വേദനയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഷൈൻ്റെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. ഷൈൻ്റെ മാതാവിനും ഷൈൻ്റെ സഹോദരനും ഒക്കെ തന്നെയും വേദന സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യമൊന്നും മാതാവിനെ സത്യം അറിയിച്ചില്ലായിരുന്നുവെങ്കിലും പിന്നീട് അറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി സത്യം അറിയാതെ മുന്നോട്ട് പോയിട്ടും കാര്യമില്ല എന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ സത്യം അറിയിച്ചതെന്ന് കൂടി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെയാണ് ഇക്കാര്യം ആദ്യം വ്യക്തമാകുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ആരാധകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു വാക്ക് തന്നെയായിരുന്നു ഷൈൻ ടോമിൻ്റെ അച്ഛനെയും കുടുംബത്തെയും കുറിച്ചും. അദ്ദേഹത്തിന് പല കേസുകളും പല കാര്യങ്ങളും വാർത്തയിൽ ഇടം വരുമ്പോഴും എപ്പോഴും സംസാരിച്ചെത്തുന്നത് പിതാവ് തന്നെയായിരുന്നു. ഷൈനിന് വേണ്ടി സംസാരിക്കാൻ എല്ലായിടത്തും പിതാവ് എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ യാത്ര പോയതുപോലും ഷൈൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഷൈൻ എവിടെ പോയാലും അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം തന്നെയാണ് പോകാറുണ്ടായിരുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് സെറ്റുകളിൽ മാത്രമാണ് താമസിച്ചു പോകുന്നത്. ഷൈൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഷൈൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവർ യാത്ര തിരിച്ചിരുന്നത്. വളരെ നല്ല സന്തോഷത്തോടെ യാത്ര തിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. കൂടെ ഉണ്ടായിരുന്ന 3 പേർക്കും ഗുരുതര പരിക്കുകളാണ് എന്ന് പറയുന്നു. എല്ലുപൊട്ടൽ, മുറിവ് അങ്ങനെ തുടങ്ങിയ എല്ലാം തന്നെ സംഭവിച്ചു. കാറിൻ്റെ മുൻവശം പൂർണ്ണമായും നശിച്ച രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. മുൻഭാഗത്തിരുന്നവർക്ക് തന്നെയാണ് കൂടുതലും അപകടം ഉണ്ടായിരിക്കുന്നത്. മുൻവശത്തിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് എത്തിയത്. നേരെ ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നും ലോറിയുടെ പുറകു വശത്തായിരുന്നു ഇടിച്ചതെന്നുമാണ് അറിയാൻ കഴിയുന്നത്. റോഡിൽ തന്നെ അപ്പോൾ ആളുണ്ടായിരുന്നില്ല എന്നും പെട്ടെന്ന് ഇടിയുടെ ശബ്ദം കേട്ട ആളുകൾ ഓടിക്കൂടുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.